വളരെ സങ്കടകരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം. നമുക്കറിയാം പല GCC കൺട്രീസും ബഹ്റൈൻ, UAE, ദുബായ്, ഷാർജ എല്ലായിടത്തും ഇപ്പം പല തരത്തിലുള്ള ഡ്രോണുകളും സ്ഫോടനങ്ങളും പലരും മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുകയാണ്. ഇറാൻ്റെ ഖമീനി മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ്, അതിൻ്റെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും മരിക്കുന്നു. അങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഈ തമ്മിൽ ഈ അടിയും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് പറയാം, എന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത്, ഇവർക്കൊരു നാണമില്ലേ, ഇവർക്ക് ജീവനല്ലേ പോകുന്നത്, ഇവർക്ക് അടിക്കാതിരുന്നൂടെ എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും. പക്ഷേ അവരെ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും മിസൈൽ വിടുന്നു, ഇങ്ങോട്ടും മിസൈൽ വിടുന്നു, അങ്ങനെ കുറേ ജീവൻ അവിടെ പോകുന്നു, കുറേ ജീവൻ ഇവിടെ പോകുന്നു. അപ്പം വേറൊരു കാര്യം, ശരിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പലരും ഫേക്കായിട്ടുള്ള കുറേ ന്യൂസുകൾ എന്താ പറയുക ഇപ്പം മീഡിയയിൽ കൂടെ നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് ഫേക്കായിട്ടുള്ള ഒരു ന്യൂസുകളും ഒരു കറക്റ്റ് സോഴ്സിൽ നിന്നും കിട്ടാൻ നിങ്ങളത് ചെയ്യരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് അമ്മമാർ അവരുടെ മക്കൾ UAEയിൽ, ദുബായിലും ഷാർജയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ അമ്മമാർ, ഭാര്യമാർ, ഒരുപാട് പേര് ഉണ്ട് ഈ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ന്യൂസ് കണ്ട് പേടിക്കുന്ന ഒരുപാട് പേഴ്സണലി എനിക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ എൻ്റെ മോൻ അവിടെ ആണല്ലോ, എന്തെങ്കിലും പറ്റുമോ. അപ്പം ഇങ്ങനത്തെയൊക്കെ ന്യൂസ് കാണുമ്പം നമ്മൾ ദുബായിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും എവിടെ നിന്നും ഒരു കുഴപ്പമില്ല, സേഫാണ് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ ന്യൂസ് വരുമ്പോഴത്തേക്കും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, ബുർജ് ഖലീഫയുടെ ആൾക്കാരെല്ലാം ഒഴിപ്പിച്ചു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേക്കായിട്ടുള്ള ന്യൂസാണെന്ന് പിന്നെ നമ്മൾ അറിഞ്ഞത്. സോ മാക്സിമം നമ്മൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ഫേക്കായിട്ടുള്ള ന്യൂസ് പുറത്തു വരാതിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ റീച്ചിൻ്റെ ആയിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറേ അമ്മമാർ, കുറേ ഭാര്യമാർ എല്ലാവരും കൊണ്ട് തന്നെയുണ്ട്. അപ്പം ഈ മാസം വരാനിരിക്കുന്ന ഒരുപാട് പേര് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എനിവേ അബുദാബിയിൽ നിന്നൊരു അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ വിമാനം വിട്ടിട്ടുണ്ട് ഇനി കൊച്ചിയിലേക്ക്. പക്ഷേ എന്നാലും നമ്മൾ സേഫായിട്ട് എല്ലാവരും എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ മനുഷ്യത്വത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. സോ ഫേക്ക് ന്യൂസസ് പടർത്താതിരിക്കുക. അത് ബാധിക്കാൻ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്, കുറേ അമ്മമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫേക്കായിട്ടുള്ള ന്യൂസസ് ഒരിക്കലും ഒരു കറക്റ്റ് സോഴ്സിൽ നിന്നും കിട്ടാതെ പറയാതിരിക്കുക. എനിവേ യുദ്ധം ഒക്കെ പെട്ടെന്ന് അവസാനിച്ചിട്ട് ഒരു നല്ലൊരു പീസ്, എല്ലാവർക്കും ഒരു നല്ലൊരു മനസ്സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും വിചാരിക്കുന്നുണ്ട് അവിടെയല്ല യുദ്ധം നടക്കുന്നത്, ഇന്ത്യക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. പല രീതിയിലും ഇന്ത്യയെ ബാധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്രൂഡ് ഓയിൽ, പെട്രോൾ, അതിൻ്റെയൊക്കെ വില, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വിലയുള്ളതിൻ്റെ വില കൂടാൻ ചാൻസസ് ഉണ്ട്. സോ അത് മാത്രമല്ല പലയിടത്തും അവർക്ക് വേണേൽ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാം. സോ നമുക്ക് പ്രാർത്ഥിക്കാം. എനിവേ സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം.